ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളുടെ പല വിശ്വാസങ്ങളുടെയും പുറകിൽ യഥാർത്ഥത്തിൽ ക്രിസ്തീയമായ വിശുദ്ധ ബൈബിളോ അപ്പസ്തോലിക പാരമ്പര്യങ്ങളോ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സപ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്നതും പലപ്പോഴും നമ്മളുടെ ഇടയിൽ തന്നെ വസിക്കുന്ന മറ്റ് വിശ്വാസ തലങ്ങളിലായിരിക്കുന്ന വ്യക്തികളായിരിക്കും. ഇതിനൊരു ഉദാഹരണമാണ് പള്ളിക്കുന്ന് കപ്പേളയിൽ നടക്കുന്ന വെളുപ്പിന് 2 മണിക്ക് നടക്കുന്ന വെളിച്ചപ്പാടിൻ്റെ വിശുദ്ധൻ്റെ മുൻപിലുള്ള തുള്ളലും മറ്റ് ആരാധന രീതികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒരു കപ്പേളയുടെ മുൻപിൽ ഒരു വിഗ്രഹത്തിന് മുൻപിൽ ഒരു വിശുദ്ധൻ്റേതെന്ന് പറയപ്പെടുന്ന തിരുസ്വരൂപമോ വിഗ്രഹമോ എന്ത് തന്നെ പേരിട്ട് വിളിച്ചാലും അതിൻ്റെ മുൻപിൽ നിന്ന് ഒരു വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നു. അതിനുശേഷം പുണ്യാളനെ നോക്കി ആന ചിഹ്നം വിളിക്കുന്നു, ആന വണങ്ങുന്നു, തൊഴുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അനേക വിശ്വാസ സമൂഹവും അതിൻ്റെ ചുറ്റും കാണാൻ പറ്റും. ഈ വെളിച്ചപ്പാട് തുള്ളുന്ന ഇതിൻ്റെ ഐതിഹ്യമോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് അറിയത്തുമില്ല എന്താണ്, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതാണോ യഥാർത്ഥത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഒരുപക്ഷെ അത് ആ മറ്റ് വിശ്വാസത്തിലുള്ള ആ സ്ഥലത്തിലുള്ള ആളുകളായിരിക്കാം ഇത്തരം വിശ്വാസം പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരം പ്രവർത്തി ചെയ്യുന്നത്. അത് അവർക്കുള്ള വിശ്വാസമായിരിക്കും. നമ്മളായിരിക്കുന്ന കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു ദേവാലയം സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ പേരിലുള്ള അർത്തുങ്കൽ ചർച്ച്, വളരെ പ്രമുഖമായ തിരുനാളുകളൊക്കെ ആഘോഷിക്കുന്ന അർത്തുങ്കൽ ചർച്ച്, അതുപോലെ കാഞ്ഞൂര് ചർച്ച്, ഇവിടെ എല്ലാം ഏകദേശം ഒരേ വ്യക്തിയുടെ ഒരേ വിശുദ്ധൻ്റെ രൂപം തന്നെയാണ് ഇവിടെ എല്ലാം ഉള്ളത്. പ്രത്യേകമായി വെളുത്തച്ഛൻ എന്ന പേരിലാണ് പ്രത്യേകിച്ച് ഈ ആലപ്പുഴ കടലോര പ്രദേശത്തൊക്കെ ഈ ഒരു വിശുദ്ധൻ അറിയപ്പെടുന്നത്. ഒരുപക്ഷെ വിദേശത്തു നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് കുറച്ച് കളറൊക്കെ ഉള്ളത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ അന്ന് അക്കാലത്ത് വിളിച്ചതായിരിക്കാം വെളുത്തച്ഛൻ. അവരുടെ വിശ്വാസം, അവരുടെ ചിന്താധാര ഈ വെളുത്തച്ഛൻ്റെ രൂപമാണ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്, ഈ വിഗ്രഹമാണ് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നത്, കടലിൽ നിന്ന് സംരക്ഷിക്കുന്നത്, മഹാമാരികളിൽ നിന്ന് സംരക്ഷിക്കുന്നത്, രോഗങ്ങളിൽ നിന്നും വിടുവിക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്താഗതി ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർഷത്തിലൊരിക്കലുള്ള ഈ തിരുനാളിൽ അന്ന് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന 4 പ്രധാനപ്പെട്ട രൂപങ്ങളിൽ ഒരു രൂപം, ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വരൂപം എന്ത് തന്നെ ആവട്ടെ, അത് അന്ന് കപ്പലിൽ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ടതാണ് എവിടെ ഇരിക്കുന്നത്, നമ്മൾ ഈ അർത്തുങ്കൽ ചർച്ചിരിക്കുന്നത്. അത് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തിറക്കുമ്പം രാത്രി പുറത്തിറക്കുമ്പോൾ അതിനെ കാത്തിരിക്കുന്ന ജനമുണ്ട്. അതിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കാൻ വളരെ ഭയഭക്തിയോടെ സ്നേഹാദരവോടുകൂടെ രാത്രി മുഴുവൻ ഉറക്കൊളിച്ചിരുന്ന് ഈ രൂപം, ഈ വിഗ്രഹം പുറത്തിറക്കുന്നത് മാത്രം പ്രതീക്ഷിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന അനേക ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്വർഗസ്ഥനായ ദൈവം, സർവശക്തനായ ദൈവം, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, അവൻ നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവ്, ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ക്രിസ്ത്യാനിയിൽ ഇല്ല എന്നല്ലേ? ക്രിസ്ത്യാനിയിൽ ഈ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ഈ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അവൻ അനുഗ്രഹത്തിന് മറ്റേതെങ്കിലും ഒരു വിഗ്രഹത്തിന് മുൻപിൽ പോകേണ്ടതുണ്ടോ? വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കപ്പെടുന്ന വിഗ്രഹത്തിൽ നിന്ന് തുറക്കുമ്പോൾ തന്നെ ആ വിഗ്രഹത്തെ കണ്ടാൽ അനുഗ്രഹമാണെന്ന് ചിന്തിക്കേണ്ടതുണ്ടോ? അങ്ങനെ ആ വിഗ്രഹത്തെ വണങ്ങേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധനെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ ഈ വിശുദ്ധനെ ഏത് സമയത്തും ഏത് തലത്തിലും ആ വിശുദ്ധൻ്റെ മാർഗങ്ങൾ നമുക്ക് പിന്തുടരാം. വിശുദ്ധൻ നൽകിയ നല്ല പാതകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകൾ, അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി എടുത്ത എഫേർട്ടുകൾ, സഹനങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ ആ വിശുദ്ധനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക. അതല്ലാതെ ആ വിശുദ്ധൻ്റേതെന്ന് പറയപ്പെടുന്ന ആ തിരുസ്വരൂപമോ വിഗ്രഹത്തിനോ പിന്നിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ എഴുന്നള്ളിച്ച് അതിൻ്റെ ചുറ്റും ജനക്കൂട്ടം, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടി ഈ വിഗ്രഹത്തെ തള്ളി ഇതിനെ കൊണ്ടു നടക്കുന്നത് ദൈവീക പരിവേഷത്തെക്കാൾ വലുതല്ലേ? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്ന എത്രയോ പ്രാവശ്യം വിഗ്രഹത്തെക്കുറിച്ച് ദൈവവചനം നമ്മളോട് പറയുന്നു, വിഗ്രഹം ശാപഗ്രസ്തമാണ്, വിഗ്രഹം ശാപഗ്രസ്തമാണെന്ന്. ഈ ശാപഗ്രസ്തമായ വിഗ്രഹത്തെ തന്നെയല്ലേ ഇപ്പോഴും ഈ ജനം ചുറ്റും കൂടി അതിനെ പൂട്ട് പൂജിച്ച് അതിനെ വെറ്റിലെറിഞ്ഞ് അതിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കാൻ ആവേശത്തിൽ ഈ വിഗ്രഹത്തിനെ തിക്കിക്കൂട്ടി ഇതിനെ എങ്ങനെയെങ്കിലും അനുഗ്രഹം പ്രാപിക്കാൻ നടക്കുന്ന ജനത്തെ നിങ്ങൾ കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 2 വീഡിയോ, ഒന്ന് കാഞ്ഞൂര് നടക്കുന്നതാണ്, മറ്റൊന്ന് അർത്തുങ്കലിലുള്ളതാണ്. ഈ 2 വീഡിയോയിലും നിങ്ങൾ കാണുന്ന ഇതേ കാര്യം തന്നെ. പരുന്ത് രാവിലെയും വെളുപ്പിനും ഉച്ചയ്ക്കൊക്കെ പരുന്തൊക്കെ പറക്കുന്നുണ്ട്. പരുന്ത് പറക്കുന്ന വലിയ അത്ഭുതമാണെന്നാണ് നമ്മുടെ ആളുകളുടെ ഒരു ചിന്ത. പരുന്ത് എല്ലായിടത്തും വരുന്നുണ്ട്, എത്രയോ അമ്പലങ്ങളിൽ വരുന്നു, എത്രയോ സ്ഥലങ്ങളിൽ പരുന്ത് സ്ഥിരമായി വർഷങ്ങളോളം കാലങ്ങളോളം പരുന്ത് വരുന്ന സംഭവങ്ങളുണ്ട്.
പ്രകൃതിയുടെ ദേവൻ എന്നാണ് യേശു ക്രിസ്തു സാത്താനെ വിശേഷിപ്പിച്ചത്. കാരണം പ്രകൃതിയുടെ മേൽ സാത്താൻ അധികാരമുണ്ട്, അവൻ എൻ്റെ മേൽ അധികാരമില്ല എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള, അല്ലെങ്കിൽ പ്രകൃതിയുടെ ദേവൻ, ഈ ലോകത്തിൻ്റെ ദേവൻ എന്ന് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് സാത്താനെ വിശേഷിപ്പിച്ചെങ്കിൽ ഈ ലോകത്തിൻ്റെ പലതിൻ്റെ മേലും, പരുന്തിൻ്റെ മേലും പലതിൻ്റെ മേലും അധികാരം സാത്താനുണ്ട്. അത് വർഷത്തിലൊരിക്കൽ വരുന്നത്, അത് ദൈവത്തിൽ നിന്നുള്ള അത്ഭുതമായി നമുക്ക് കണക്കൂട്ടാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയണം, ഈ പറയുന്ന പരുന്ത് വല്ലത് എല്ലാം ദൈവികമാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അഘോരികളുടെ അടുത്തും, അതായത് മനുഷ്യ ശവശരീരങ്ങൾ ഭക്ഷിക്കുന്ന അഘോരികളുടെ അടുത്ത് പോലും കൃത്യമായ വർഷങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതും ദൈവികമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അതും ക്രിസ്തീയമാണോ, അതും ക്രിസ്തുവിന് ചേരുന്നതാണോ, ക്രിസ്തീയ പശ്ചാത്തലമാണോ അവിടെയും ഉള്ളത് എന്ന് നമ്മൾ പരിശോധിക്കാനും ചിന്തിക്കാനും ദൈവം നമുക്കിട നൽകട്ടെ. വിഗ്രഹങ്ങളിൽ നിന്ന് ഓടിയകന്ന് ആത്മാവിലും സത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം നമുക്ക് എന്ന് കെട്ടിപ്പടുക്കാൻ സാധിക്കും? വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകാത്ത പാരമ്പര്യം, അപ്പസ്തോലന്മാർ നമ്മളോട് പറയാത്ത യാതൊരു പാരമ്പര്യവും എനിക്ക് വേണ്ട എന്ന് പറയാൻ ഇന്നത്തെ പുതിയ സമൂഹത്തിന് എപ്പോൾ കഴിയും? അതേ നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ട പോലെ, അതായത് ഒരു പയ്യൻ നിക്കറൂരിയിട്ട് ഓടുന്ന പോലെ, ആ ഒരു വീഡിയോ ഒന്നും കാണാം നമുക്ക്. കണ്ടോ? ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ആ ഓട്ടക്കാരൻ പയ്യൻ അവൻ്റെ ബട്ടൺസ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നിക്കർ ഊരിയിട്ടിട്ടായാലും ഓട്ട മത്സരത്തിൽ ജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവൻ നിക്കർ ഊരി ഓടുന്നത് കണ്ട് കൂടെയുള്ള കൂട്ടുകാരന്മാർ ഇതായിരിക്കും ഇവിടുത്തെ ആചാരം അനുഷ്ഠാനം എന്ന് ചിന്തിച്ച് അവരും നിക്കർ ഊരി ഓടിയ പോലെ തന്നെ ദൈവവചനത്തെക്കുറിച്ച് യാതൊരുവിധ ബോധ്യമോ ഒരു തിരിച്ചറിവോ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ 400-450 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പിതാക്കന്മാർക്ക് പറ്റിയ ഒരു അബദ്ധം, ഇത് ശ്രേഷ്ഠമായ ആചാരമാണ്, ഇത് ദൈവികമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ നിക്കറില്ലാത്തവന്മാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപവും വേദനയും ദുഃഖവും ആ ഹൃദയത്തിൽ. കാരണം നിക്കറില്ലാത്തവരാകരുത് നമ്മൾ. നമ്മൾക്ക് വ്യക്തമായൊരു വിശ്വാസമുണ്ട്, വ്യക്തമായൊരു പാരമ്പര്യമുണ്ട്. അത് വിശ്വാസ പാരമ്പര്യമായിരിക്കണം, അതല്ലാതെ പാരമ്പര്യ വിശ്വാസം, അതായത് അറിവില്ലാത്ത കാർന്നോന്മാരിൽ നിന്നും തുടർന്ന് കിട്ടിയ ഒരു അജ്ഞതയാകുന്ന പാരമ്പര്യമാകരുത്. അപ്പസ്തോലന്മാർ വിശ്വാസത്തിൽ ഊട്ടിയുറപ്പിച്ച് നമുക്ക് നൽകിയ ഒരു വിശ്വാസ പാരമ്പര്യമായിരിക്കണം ക്രിസ്ത്യാനിയുടേത്. മറ്റൊന്നും നമ്മുടേതല്ല എന്ന് പറയുവാൻ സന്തോഷത്തോടെ, സ്നേഹത്തോടെ അതിനെ തള്ളിക്കളയുവാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമ്മൾ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ, യഥാർത്ഥ കത്തോലിക്കനാകുന്നുള്ളൂ. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ ശക്തമായി തിരിച്ചു വരണം. ദൈവവചനം പറയുന്ന കാര്യങ്ങളിൽ നിന്നും അണുവിട വ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിന്നാലെ പോകുവാൻ ദൈവം നമ്മെ ഇടയാകട്ടെ. കുഞ്ഞുമക്കളെ, നിങ്ങൾ വിഗ്രഹത്തിൽ നിന്ന് ഓടിയകലുവിൻ. ദൈവത്തിൽ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന, നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന ബോധ്യത്തിൽ യേശുവിനെ ആരാധിക്കുന്ന ഒരു ദൈവ സമൂഹമായി ദൈവം നമ്മെ വളർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.